ഞാൻ എന്തായാലും രാവിലെ പറിച്ച് ഒരു 8 മണി 9 മണിയാകുമ്പോഴത്തേന് പാക്കിങ് കഴിഞ്ഞു. എനിക്ക് ഇവിടെ ഒരു ദിവസം 20 പാക്കറ്റ് വരെ കിട്ടും. 20 പാക്കറ്റ് വെച്ചാൽ 150 ഗ്രാമിൻ്റെ പാക്കാണ് ഞാൻ ആക്കുന്നത്. ഇന്ന് തൂക്കിയാൽ ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേന് മുട്ടിടാൻ തുടങ്ങും. ഇത് ഒക്കെ പാക്കാക്കി വെക്കുകയുള്ളൂ. ഹസ്ബൻഡാണ് കൊണ്ടുപോയി കൊടുക്കുക. സെയിലാവുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ലാഭമുള്ള കാര്യമാണ്. ഈ വീട്ടിലിരുന്ന് നമ്മൾ എല്ലാ കാര്യവും ചെയ്യാം. നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഇത് ശ്രദ്ധിച്ചാൽ മതി. ഫോഗർ വെച്ചതുകൊണ്ട് ഇടയ്ക്ക് ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഓണായി ഓഫായും ചെയ്തോളും. ഉണക്കി വെച്ചിട്ടുണ്ട്. ഉണക്കി വെച്ച് കഴിഞ്ഞാൽ തിളച്ച വെള്ളം അതിൽ ഒഴിച്ചാലൊന്നും ഇത് സോഫ്റ്റ് ആവും. ഞാൻ വെറുതെ കുറച്ച് അച്ചാർ ഉണ്ടാക്കിയിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. എല്ലാ ദിവസവും ഉണ്ടാവും പറിക്കാൻ. എൻ്റെ പേര് സജിതയാണ്. പിന്നെ ഞാൻ ജസ്റ്റ് യൂട്യൂബ് കണ്ടാണ് ഇങ്ങനെ നോക്കിയാണ് മഷ്റൂമിൻ്റെത് പഠിച്ചത് കാര്യമായിട്ട്. അപ്പോൾ ഞാൻ കുറച്ചൊരു 10-20 ബെഡ് ആദ്യം ചെയ്ത് ഫസ്റ്റ് തന്നെ യൂട്യൂബ് ഓൺലൈനിൽ വിത്ത് വാങ്ങിച്ച് ചെയ്തപ്പോൾ അത് ശരിയായില്ല. കണ്ണൂർ ഉണ്ട് ഇരിട്ടി എന്ന് പറഞ്ഞ രാഹുൽ എന്ന് പറഞ്ഞൊരു ആൾ, അവരുടെ അടുത്തുനിന്ന് വിത്ത് വാങ്ങിച്ച് ചെയ്തപ്പോൾ 25 നല്ല രീതിയിലുണ്ടായി. അങ്ങനെ ഞാൻ പിന്നെ പഞ്ചായത്തിൽ പോയി പറഞ്ഞ് അപ്പോൾ അവർ അതിൻ്റെ വേണ്ട സഹായമൊക്കെ ചെയ്തു തന്ന്. പിന്നെ കൃഷിഭവനിൽ പറഞ്ഞ് പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, അവരെ കൃഷിഭവനിൽ അതിൽ ആഡ് ചെയ്ത് പിന്നെ കൃഷിഭവന് 2 ക്ലാസ് കിട്ടി. ഇത് ഉണ്ടാക്കണതും സെയിൽ ചെയ്യണതും എല്ലൊക്കെ ആയിട്ട് പിന്നെ ഒരു വേങ്ങേരി കൃഷിഭവനിൽ നിന്ന് 2 ക്ലാസ് 2 ദിവസം ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു, അത് കിട്ടി. പിന്നെ ഇപ്പോഴും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പഠിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. തിളയ്ക്കുന്ന വെള്ളം ഡയറക്റ്റായിട്ട് 1.5 ലിറ്റർ എടുത്തിട്ട് 1 കിലോ പെല്ലറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കണം, ഈ കവറിലേക്ക്. എന്നിട്ട് അത് നമ്മൾ അതേപോലെ അതിൻ്റെ എയർ പോക്കിറ്റ് മെല്ലെ അതേപോലെ ഇങ്ങനെ വെച്ചിട്ട് അടുത്ത ദിവസം ഇന്ന് വെച്ചാൽ നാളെ എടുക്കാൻ പാടും. ഇത് മഷ്റൂമിൻ്റെ വിത്ത്, ഇത് 300 ഗ്രാം ഉണ്ടാവും. ഇത് ഇതേപോലെ 2 ബെഡ് ചെയ്യാനുള്ള വിത്തുണ്ട്. അങ്ങനെ നന്നാക്കി പൊട്ടിക്കണം. നമ്മളിതിങ്ങനെ ഉടയ്ക്കണം. എന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ പ്രസ് ചെയ്താൽ താഴത്തേക്ക് ഇങ്ങനെ പോകും. കണ്ടാമിനേഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ സർജിക്കൽ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അതിലേക്ക് വായു സഞ്ചാരം ആവുകയും ചെയ്യും, ഉറുമ്പോ അങ്ങനെ എന്തൊന്നും കടക്കൂല. അങ്ങനെ 15 ദിവസം നമ്മൾ ഒരു ഭാഗത്ത് വെച്ചാൽ മതി. ടൈറ്റായി പിടിച്ച് ഒരു 4-5 നോട്ടാക്കി കൊടുക്കുക. ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കീറി കൊടുക്കുക. അങ്ങനെ തൂക്കിയാൽ മതി. ഇങ്ങനെ തല തിരിച്ച് തൂക്കണം. എന്താ വെച്ചാൽ ഇതിൽ വെള്ളമൊക്കെ കൂടുതലുണ്ടെങ്കിൽ താഴോട്ട് പോയിക്കോണം. ഇന്ന് തൂക്കിയാൽ ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേന് മുട്ടിടാൻ തുടങ്ങും. ബ്രൗൺ കളറിലിതാ കണ്ടോ ഇതിപ്പോൾ മുട്ടിട്ട് വരുന്നതാ. ഇതേപോലെ മുട്ട് വരും. ഇത് കണ്ടോ, അതൊക്കെ മുട്ടിട്ടത്. പിന്നെ ഇന്ന് മുട്ടിട്ടാൽ നാളെ മറ്റന്നാളത്തേക്ക് നല്ല പൂവായിട്ട് വരും. ഒരു ബെഡിൽ നിന്ന് 1 കിലോ പൂവ് കിട്ടണം എന്നാണ്, കൂൺ കിട്ടണം എന്നാണ്. ചില ബെഡിൽ നിന്ന് 1 കിലോയിലൊന്നും കിട്ടിയെന്ന് വരില്ല. ചിലതൊന്നും നല്ല 1 കിലോയിലധികം കിട്ടിയെന്നും വരും. ഞങ്ങളോട് പറഞ്ഞ 1 കിലോന് 500 രൂപ തോതിൽ കൊടുക്കാനാണ് എല്ലാ ക്ലാസ്സെന്നും പറഞ്ഞത്. പെട്ടെന്ന് ഫംഗസ് വരുന്നൊരു സാധനമാണ് കൂണ്. ഇതിന് പ്രതിരോധശേഷി കൂണിന് ഇല്ലെങ്കിലും കൂടിയിട്ട് കൂണിനെ കൊണ്ട് നല്ലൊരു പ്രതിരോധശേഷി നമുക്ക് തരുന്ന ഒരു സാധനമാണ് കൂണ്. പക്ഷെ ആളുകളിലേക്ക് എത്തിപ്പെട്ടില്ല നമ്മൾ കൂണിൻ്റെ ഈ ഉപയോഗവും അതിൻ്റെ എന്താ പ്രത്യേകതയൊന്നും. ചിപ്പിക്കൂൺ തന്നെ പല വിധമുണ്ട്. ഞാൻ ഈ ഒരൊറ്റ കൂണേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇനിയിപ്പം ചൂടായാൽ മിൽക്കി മഷ്റൂം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചൂട് കൂടുമ്പോൾ പിന്നെ ബട്ടൺ മഷ്റൂം ഒന്നും നമ്മളെ കടകളിൽ നിന്നൊക്കെ വരുന്നില്ലേ, ദൂരത്തുനിന്ന് ഇടുക്കി അവിടെ നിന്നൊക്കെ കല്യാണ വീടുകളിലൊക്കെ കാണാമല്ലോ. അത് നമ്മളെ ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ല. അത് ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര ചിലവാണ്. ഇത് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു വരുമാനമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ വലിയ നഷ്ടമില്ല. പക്ഷേ ഫസ്റ്റിൽ നമുക്ക് ഈ കയറ് പിന്നെ ഇത് ഫോഗർ അങ്ങനെയൊക്കെയുള്ള ഓരോരോ ചിലവുകളേ ഉള്ളൂ. പിന്നെ ഷെഡൊക്കെ ഇങ്ങനെ ശരിയാക്കി ഫസ്റ്റത്തെ കുറച്ച് ചിലവ് ഉണ്ട്. കെമിക്കലില്ലാത്തൊരു അത്ര നല്ലൊരു സാധനമാണ്. അത്രയും ഹൈജീനിക്കായിട്ട് നമ്മളിത് ഉണ്ടാക്കണത്. നമുക്ക് നഷ്ടം വരാനത് അത് ഉപയോഗിക്കുന്നവർക്കും ഒരു കേടും വരരുതല്ലോ. 150 ഗ്രാമാണ് ഒരു പാക്കിൽ കൊടുക്കുക. അടുത്ത് കസ്റ്റമറിന് നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ 75 രൂപയാണ്. പക്ഷേ കടയിൽ നിന്ന് അത്രയും കിട്ടില്ല. കടയിൽ 60 രൂപ കിട്ടുള്ളൂ. വിത്ത് പിന്നെ പല സ്ഥലത്തും പല റേറ്റാണ്. നല്ല വിത്താവാഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. 200-300 ബെഡിൻ്റെ അടുത്തുണ്ട് ഇവിടെ. ഇനി 200 എണ്ണം വെക്കാണ്ട്. സെയിലാവുകയാണെങ്കിൽ നമുക്ക് നഷ്ടമില്ല. സെയിലായില്ലെങ്കിൽ പിന്നെ നമ്മൾ ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കേണ്ടി വരും. അച്ചാർ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട്
കണ്ടിട്ടും പിന്നെ ഉണക്ക ചില നേരം റിട്ടേൺ വരും കടകളിലൊക്കെ കൊടുത്താൽ. അപ്പോൾ അത് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഉണക്കിയിട്ട് പൊടിയാക്കി വെച്ചാൽ നമുക്ക് സൂപ്പ് ഉണ്ടാക്കണതിലിടാം. കടുക്ക അച്ചാറിടില്ല, അതേപോലെ പൊരിച്ചിട്ട് അച്ചാറിടുക. കടുക്ക അച്ചാറൊക്കെ ഉണ്ടാക്കി അതിനെക്കാട്ടും ടേസ്റ്റാണ്. ഞാനിപ്പോൾ എന്തായാലും അച്ചാർ ഉണ്ടാക്കണം. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ അടിപൊളിയായിട്ട് കൂണച്ചാർ ഉണ്ടാക്കി കൊടുക്കണം.